ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തനി നാടൻ ഫാലിമി. ഞാൻ നിങ്ങളോടൊപ്പം ഒരു ഡിഷ് ഷെയർ ചെയ്യാനാണ് വന്നേക്കുന്നത്. ഇത് മഹാരാഷ്ട്രയിലെ ഒരു സിമ്പിൾ ഡിഷ്. ഇതിനെ പുരൺ പോളി എന്നാണ് പറയുന്നത്. അവരുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അവർ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് പുരൺ പോളി. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ഡിഷാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അതുപോലെ തന്നെ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. പുരൺ പോളിയുടെ സ്റ്റഫിങ്ങിന് വേണ്ടി നമ്മൾ കടലപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ കടലപ്പരിപ്പ് നമ്മൾ കുറഞ്ഞ 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതുക്കണം. 4-5 ഏലയ്ക്ക തൊലി കളഞ്ഞ് പൊടിക്കണം. ഇനി നമുക്ക് ശർക്കരയാണ് വേണ്ടുന്നത്. ശർക്കര നല്ലതുപോലെ ചീകിയെടുക്കണം. നേരത്തെ കുതിർത്ത് വച്ചിരുന്ന കടല നമ്മൾ കുക്കറിലോട്ടിട്ട് 2-3 വിസിലെങ്കിലും അടുപ്പിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട്. നേരത്തെ നമ്മൾ ഫില്ലിങ്ങിനുള്ളതാണ് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചത്. ഇനി അതിൻ്റെ പുറമേയുള്ള കവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് പൊടി എടുക്കണം. ഉപ്പും ചേർത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നിങ്ങൾ ഈ റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഗോതമ്പ് മാവ് നല്ല മയം വരാൻ വേണ്ടി നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി അത്യാവശ്യം വലുപ്പമുള്ള ഉരുളകളാക്കി എടുക്കണം. നമ്മൾ ഒരു പാത്രം വെച്ച് അടച്ച് ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചേക്കണം. വേവിക്കാൻ വെച്ച കടൽ വെന്തോന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പം അതിനു വേണ്ടി നമുക്കൊന്ന് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇനി നിങ്ങൾക്ക് സംശയം വരാം, ഞാൻ ഈ സ്പൂൺ എന്തിനാണ് ഈ കുക്കറിൻ്റെ ഉള്ളിൽ ഇട്ടേക്കുന്നതെന്ന്. എന്തിനാണെന്ന് പറയട്ടെ. നമ്മൾ പലപ്പോഴും കുക്കറിൽ എന്തെങ്കിലും വേവിക്കാൻ വെക്കുമ്പോഴേ വിസിലടിക്കുമ്പോൾ 4 വശത്തോട്ടും വെള്ളം ചാടില്ലേ, അത് ഒഴിവാക്കാനാണ്. വെന്ത കടല നമ്മൾ ഒന്നുകൂടെ സ്മാഷറോ സ്പൂണോ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഉടയ്ക്കണം. ഉടച്ചു കഴിഞ്ഞതിന് ശേഷം ചൂടായ ചീൻചട്ടിയിലോട്ട് നമ്മൾ ഈ ഉടച്ച കടല ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ ചീകി വെച്ചേക്കുന്ന ശർക്കരയും ഏലക്ക പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തതായിട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂൺ വരെ നെയ്യ് നമുക്കിതിലോട്ട് ചേർക്കാം. ഇത് ചീൻചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉരുളകൾ എടുത്തിട്ട് ഇതുപോലെ വിരലിൻ്റെ സഹായം കൊണ്ട് ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ തയ്യാറാക്കിയ ഫില്ലിംഗ് കൊച്ചു ഉരുളകളാക്കിയിട്ട് നേരത്തെ നമ്മൾ വിരലും കൊണ്ട് പരത്തിയെടുത്ത ചപ്പാത്തി മാവിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് അത് നല്ലതുപോലെ ഉരുളയാക്കിയെടുക്കണം. ഇങ്ങനെ ഫില്ലിംഗ് നിറച്ച ഉരുളകളെ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പം എങ്ങൊന്നും അത് തുറന്നു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഉരുളകൾ ഓരോന്നോരോന്നായിട്ട് ചപ്പാത്തി പൊടിയിൽ മുക്കിയതിന് ശേഷം പരത്തിയെടുക്കണം. ചൂട് കല്ലിലോട്ടിട്ട് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന കൂട്ട് തന്നെ ഇത് ചുട്ടെടുക്കണം.
ചുട്ട് കല്ലേന്ന് എടുക്കാറാവുമ്പോൾ നമ്മൾ ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പുരൺപോളി നല്ല മയമായിട്ടിരിക്കും. ഇങ്ങനെ നമ്മൾ എല്ലാ പുരൺപോളിയും നമ്മൾ ചുട്ടെടുക്കണം. ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ തന്നെ നമ്മുടെ വീട് മൊത്തം കടലപ്പായസത്തിൻ്റെ ഒരു സ്മെല്ലായിരിക്കും. ഇത് നമുക്ക് ചൂടോടെയോ അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാവുന്നതാണ്. പുരൺപോളിയിൽ ശർക്കരയൊക്കെ ചേർത്തതായോണ്ടേ നമുക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ നമ്മളിച്ച് തൈരിലോട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇത് കഴിക്കാൻ പ്രത്യേകം സമയം വേണമെന്നൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കിക്കൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. അതാകുമ്പോൾ നമുക്ക് ഒരു സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കമൻറ്റും സബ്സ്ക്രൈബും അതുപോലെ ലൈക്കും ചെയ്യണേ.